ബിഗ് ബോസ് സീസൺ 6 അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴിതാ ജയിൽ നോമിനേഷൻ ഏതാണ്ടൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞു. ക്യാപ്റ്റൻസി നോമിനേഷനിൽ ജിൻഡോ പറഞ്ഞിരുന്നു എൻ്റെ പേര് പറയണം, കാരണം എല്ലാവരും കൂടി എന്നെ ജയിലിലേക്ക് വിടും. കാരണം ഡേഞ്ചർ കോയിൻ എന്ന് പറയുന്ന ടാസ്കിൻ്റെ ഇടയിൽ ഞാൻ അവർക്ക് ഫിസിക്കൽ അസാൾട്ട് ചെയ്തു, ശരണ്യയുടെ മുടിയെ പിടിച്ചു വലിച്ചു എന്നുള്ള രീതിയിലൊക്കെ എനിക്കെതിരെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ അവർ ജയിലിലേക്ക് വിടും, അത് ഉറപ്പാണ്. അത് വരാതിരിക്കണമെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുന്ന ആളായിരിക്കണം, എന്നാൽ മാത്രമേ പോകാതിരിക്കാൻ പറ്റത്തുള്ളൂ. ക്യാപ്റ്റൻ ആവുകയോ ഇല്ലാതിരിക്കുകയോ അതൊക്കെ രണ്ടാമത്തെ കാര്യം എന്നൊക്കെ ജിൻഡോ പറഞ്ഞിരുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ മറ്റു മത്സരാർത്ഥികളൊക്കെ മനസ്സിലാക്കി, അതായത് സായിയും സിജോയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സായിയും സിജോയും ഒക്കെ അവിടെ വേറൊരു ഗെയിം കളിച്ചതിന് ശേഷം ജിൻഡോയെ അവിടെ എത്തിക്കാതിരുന്നു. എന്നിട്ട് ജിൻഡോയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഡയറക്റ്റായിട്ട് പവർ ടീം നോമിനേറ്റ് ചെയ്യുന്ന ആൾ എന്തുമായാലും ജിൻഡോ ആയിരിക്കും. അതിന് ഫുള്ള് സപ്പോർട്ടുമായിട്ട് ഗബ്രി എത്തിയിട്ടുണ്ട്. ഗബ്രി പറയുന്ന ഇതാണ്, ജിൻഡോ ആയിരിക്കും പോകേണ്ടത്, ജിൻഡോ മാത്രമാണ് പോകാൻ അർഹൻ, അങ്ങാര് കാണിച്ചത് മോശം ഗെയിമാണ്, അങ്ങാരാണ് പോകാൻ അർഹൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗബ്രി പറയുന്ന ഒരു കാര്യമുണ്ട് ശ്രീരേഖയോട്, മറ്റു മത്സരാർത്ഥികളൊക്കെ എനിക്കെതിരായിരുന്നു, ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ ആദ്യം സംസാരിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി ചെയ്തതൊക്കെ തെറ്റാണ്, പ്രേക്ഷകരൊക്കെ എൻ്റെ ഭാഗത്താണ് ശരിയെന്ന് കണ്ടുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മൈനസ് ആകുമല്ലോ, അതുകൊണ്ടാണ് എല്ലാ മത്സരാർത്ഥികളും എന്നെ സപ്പോർട്ട് ചെയ്തതെന്നാണ് ഗബ്രി പറയുന്നത്. ഇവിടെ ഒന്നും മനസ്സിലാക്കേണ്ട ഗബ്രി കാണിച്ച കാര്യം വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ സിജോ ആയാലും സായി ആയാലും എല്ലാവരും ജിൻഡോയ്ക്കെതിരെ തിരിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ വീഡിയോ കൃത്യമായി കണ്ട പ്രകാരം അവിടെ ജിൻഡോ ആരെ ഉപദ്രവിക്കുന്നില്ല. അവിടെ ജിൻഡോ കാണിക്കുന്ന ഗെയിമാണ് കളിച്ചത്, അല്ലാതെ അവിടെ ഫിസിക്കലായിട്ട് ആരും ചെയ്തിട്ടില്ല. അത് ചെയ്തത് ആരാണെന്നൊക്കെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അതിനുള്ള എവിഡൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുമ്പിലത്തെ വീഡിയോയിൽ അതിൻ്റെ ലൈവ് ഒക്കെ ഇട്ടായിരുന്നു. എന്തായാലും ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നതെന്നും ജയിലിൽ ഇനി ജിൻഡോ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നും ജിൻഡോയുടെ കൂടെ ഇനി ആരാണ് വരാൻ പോകുന്നതെന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ അപ്ഡേഷൻ ഈ ചാനലുണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.